Hello my dear friends, welcome to Excellent YouTube channel. ഇന്ന് നമ്മൾ ഇന്ത്യൻ എക്കോണമി ഗ്രോത്ത് ആൻഡ് ട്രാൻസിഷൻ എന്ന ചാപ്റ്ററിൻ്റെ പാർട്ട് 3 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. പാർട്ട് 1ഉം പാർട്ട് 2ഉം അപ്ലോഡ് ചെയ്തതാണ്. കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം മാത്രം ഇതിലേക്ക് വരാം കേട്ടോ. ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ടോപ്പിക്കുകൾ അല്ലെങ്കിൽ ഈ ചാപ്റ്ററിൽ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ചോദ്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ക്ലാസ് മുഴുവനായിട്ട് കാണുന്നതോടുകൂടി നിങ്ങൾക്ക് ഉറപ്പായിട്ടും 5 അല്ലെങ്കിൽ അതിൽ എബോവോ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഉറപ്പ് നൽകുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ് ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ് ആണ്. PQLI നമ്മൾ ഷോർട്ടായിട്ട് പറയും PQLI. എന്താ ഫുൾ ഫോം? ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ് ആണ്. എന്താണ് ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ നോക്കാം. ദി എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് എ കൺട്രി ഷുഡ് ബി സച്ച് ദാറ്റ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഓഫ് ദ പീപ്പിൾ ഇൻക്രീസസ് ആൻഡ് ദ ബേസിക് നീഡ്സ് ആർ മെറ്റ്. Based on this is the development index developed by a renowned economist Maurice David Morris in 1979. അപ്പോൾ നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിരുന്നു, നമുക്ക് ക്വാണ്ടിറ്റി മാത്രം പോരാ, നമ്മുടെ കയ്യിൽ ഇൻകം ഉണ്ടായി എന്നതിൽ മാത്രം കാര്യമില്ല. ഗ്രോത്ത് ഉണ്ടാവും, അതിന് കൂടെ നമുക്ക് ഡെവലപ്മെൻറ്റ് ഉണ്ടാവണമെങ്കിൽ അവിടെ ക്വാളിറ്റി കൂടെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. ഒരാളുടെ ജീവിതത്തിൽ മാറ്റം വരണമെങ്കിൽ അവിടെ ക്വാളിറ്റി കൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇൻക്രീസ് ചെയ്യണം, നല്ല എഡ്യൂക്കേഷൻ കൊടുക്കണം, അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ PQLI പഠിക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ ബേസിക് നീഡ്സ് മെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ റിനൗണ്ട് എക്കണോമിസ്റ്റ് ആയിട്ടുള്ള മോറിസ് ഡേവിഡ് മോറിസ്, ആ പേര് ഓർത്ത് വെക്കണം. എന്താ പേര് മക്കളെ? മോറിസ് ഡേവിഡ് മോറിസ്. 1979 നമുക്ക് PQLI എന്ന് പറയുന്ന ഒരു ഇൻഡെക്സ് ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, PQLI, ദ ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ് പ്രിപ്പയർഡ് ബേസ്ഡ് ഓൺ 3 ഇൻഡെക്സസ്. അപ്പോൾ നമുക്ക് ഈ PQLI അല്ലെങ്കിൽ ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ് പ്രിപ്പയർ ചെയ്തത് മെയിൻലി 3 ഇൻഡെക്സിൻ്റെ ബേസിസിലാണ്. ഏതൊക്കെയാണ് ആ ഇൻഡെക്സസ് എന്ന് നമ്മൾ പഠിച്ചു വെക്കണം. ഏതൊക്കെയാണ് നോക്കിക്കേ. ഒന്ന് BLI, IMI ആൻഡ് LEI. നോട്ട് ചെയ്ത് നോക്കാം. ഇങ്ങനെ സെപ്പറേറ്റ് ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കാം, മോറിസ് ഡേവിഡ് മോറിസ് ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത 3 ഇൻഡെക്സസ് ഏതാണ്, അല്ലെങ്കിൽ 3 ഇൻഡിസസ് ഏതാണെന്ന് ചോദിക്കാം. ഓക്കെ, ഒന്ന് ബേസിക് ലിറ്ററസി ഇൻഡെക്സ് ആണ്. ഏതാ മക്കളെ? ബേസിക് ലിറ്ററസി ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ സാക്ഷരത അല്ലെ. ലിറ്ററസി എന്ന് പറഞ്ഞാൽ എന്താണ്? സാക്ഷരത എന്നാണ്. അപ്പോൾ പ്രാഥമിക സാക്ഷരതയ്ക്ക് വേണ്ടി ഇൻഡെക്സ് ആണ് പ്രൊപ്പൗണ്ട് ചെയ്തത്. എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് എഴുതാനും വായിക്കാനും അല്ലേ, ബേസിക് ആയിട്ട് നമുക്ക് അറിയേണ്ട കാര്യമാണ്. എഴുതാനും വായിക്കാനും അറിയാം. അതാണ് ബേസിക് ലിറ്ററസി ഇൻഡെക്സ്. രണ്ടാമത്തത് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി ഇൻഡെക്സ്. എന്താ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി? നമ്മൾ ഡീറ്റെയിലായിട്ട് പഠിക്കുന്നുണ്ട് കേട്ടോ. ഇൻഫൻറ്റ് മോർട്ടാലിറ്റി ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വയസ്സിന് താഴെയുള്ള എത്ര കുട്ടികളാണ് മരണപ്പെട്ടത്, 1000-ൽ ഒരു വർഷം എടുക്കുന്ന സമയത്ത് 1000-ൽ ഒരു വയസ്സിൽ കുറവുള്ള എത്ര മക്കൾ മരിച്ചു, ഇൻഫൻസ് മരിച്ചു എന്നതിന്, അതിൻ്റെ മരണനിരക്കിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻഫൻറ്റ് മോർട്ടാലിറ്റി ഇൻഡെക്സ് എന്ന് വിളിക്കുന്നത്. ആൻഡ് തേർഡ് ഇൻഡെക്സ് ഈസ് ലൈഫ് എക്സ്പെക്റ്റൻസി ഇൻഡെക്സ്. നമുക്കറിയാം എന്താ ലൈഫ് എക്സ്പെക്റ്റൻസി ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ലൈഫ് എക്സ്പെക്റ്റൻസി ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജനങ്ങൾ എത്ര കാലം ജീവിക്കും അല്ലേ, നമ്മുടെ ആയുസ് എത്രയാണ്. ഏകദേശം ഇപ്പം നമ്മുടെ ഇന്ത്യയിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 65-70 ഉള്ളിലാണ് നമ്മുടെ ലൈഫ് എക്സ്പെക്റ്റൻസി വരുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻഡെക്സും ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട 3 ഇൻഡെക്സുകൾ ഏതാണെന്ന് ചോദിച്ചാൽ കണ്ണും പൂട്ടി പറഞ്ഞേക്കണം. ബേസിക് ലിറ്ററസി ഇൻഡെക്സ്, ഇൻഫൻറ്റ് മോർട്ടാലിറ്റി ഇൻഡെക്സ്, ലൈഫ് എക്സ്പെക്റ്റൻസി ഇൻഡെക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് 3 ക്ലിയർ ആണല്ലോ. അപ്പോൾ നോക്കാം, നമുക്ക് ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. വാട്ട് ആർ ദ 3 ഇൻഡിസസ് ഓഫ് ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ് ഈസ് പ്രിപ്പയർഡ് മോറിസ് ഡേവിഡ് മോറിസ് ഇൻ 1979. അപ്പോൾ നമുക്ക് ഈ PQLI പ്രിപ്പയർ ചെയ്ത എക്കണോമിസ്റ്റിൻ്റെ പേര് നീ ആർക്കും മറന്നുപോവോ? മോറിസ് ഡേവിഡ് മോറിസ് ആണ്. ഞാനൊരു ചോദ്യം ചോദിച്ചോക്കട്ടെ, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് പ്രിപ്പയർ ചെയ്തത് ആരാണ് എന്ന് കമൻറ്റ് ചെയ്തേ. ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ് മോറിസ് ഡേവിഡ് മോറിസ് ആണെങ്കിൽ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ഡെവലപ്പ് ചെയ്തത് ആരാണ്? ഒന്ന് കമൻറ്റ് ചെയ്ത്. എത്ര ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നുണ്ട് നോക്കട്ടെ. ഇനി ബേസിക് ലിറ്ററസി ഇൻഡെക്സ്. അടുത്ത നമ്മൾ 3 ഇൻഡെക്സുകൾ പറഞ്ഞു അല്ലേ, അതിലൊന്നാണ് ബേസിക് ലിറ്ററസി. നോക്കാം, ബേസിക് ലിറ്ററസി എന്താണ്? ഇറ്റ് ഈസ് ദ
percentage of the population that can read and write. മക്കളെ, it is a percentage of the population that can read and write. എന്ന് പറഞ്ഞാൽ നമ്മുടെ പെർസെൻറ്റേജ് അളവിൽ നോക്കുന്ന സമയത്ത് നമ്മുടെ ജനസംഖ്യയിൽ എത്ര ആളുകൾക്ക് എഴുതാനും വായിക്കാനും അറിയും എന്നതിൻ്റെ കുറിച്ച് നോക്കുന്ന ഇൻഡെക്സ് ആണ് ബേസിക് ലിറ്ററസി ഇൻഡെക്സ്. അപ്പോൾ ഇറ്റ് ഈസ് എ പെർസെൻറ്റേജ് ഓഫ് ദി പോപ്പുലേഷൻ ദാറ്റ് ക്യാൻ റീഡ് ആൻഡ് റൈറ്റ്. നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ട്സ് PDF ആയിട്ട് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് ഇതിൻ്റെ കൂടെ എന്ത് ആക്കാം പിന്നെ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി ഇൻഫൻറ്റ് മോർട്ടാലിറ്റി ഇൻഡെക്സ് രണ്ടാമത്തേതാണ് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി ഇൻഡെക്സ്. It is the index refers to the number of deaths of infants under the age of 1 per 1000 live births. 1000 കുട്ടികൾ ജനിക്കുന്ന സമയത്ത് എത്ര കുട്ടികൾ മരണപ്പെടുന്നുണ്ട്, എത്ര വയസ്സിന് താഴെ, 1 വയസ്സിന് താഴെയുള്ള 1000 കുട്ടികൾ ജനിക്കുന്ന സമയത്ത് എത്ര കുട്ടികൾ മരണപ്പെടുന്നുണ്ട് എന്നതിനെ നോക്കുന്ന റേറ്റ് ആണ് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്. ഓക്കെ, അപ്പോൾ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് റെഫേഴ്സ് ടു ദി നമ്പർ ഓഫ് ഡെത്ത്സ് ഓഫ് ഇൻഫൻറ്റ്സ് അണ്ടർ the age of 1 per 1000 live births. മനസ്സിലായോ? ഓക്കെ, ഇനി ലൈഫ് എക്സ്പെക്റ്റൻസി ഇൻഡെക്സ് മൂന്നാമത്തെ ഇൻഡെക്സ് ആണ് ലൈഫ് എക്സ്പെക്റ്റൻസി ഇൻഡെക്സ്. ഇറ്റ് ഈസ് കാൽക്കുലേറ്റ് ബേസ്ഡ് ഓൺ ദ ആവറേജ് നമ്പർ ഓഫ് ഇയേഴ്സ് എ പേഴ്സൺ ലിവ്സ്. അല്ലേ, ആവറേജ് ആയിട്ട് ഒരു മനുഷ്യൻ എത്ര കാലം ജീവിക്കും എന്നതിൻ്റെ കുറിച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇൻഡെക്സ് ആണ് ലൈഫ് എക്സ്പെക്റ്റൻസി ഇൻഡെക്സ്. അപ്പോൾ എന്താ ലൈഫ് എക്സ്പെക്റ്റൻസി ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് കാൽക്കുലേറ്റ് ബേസ്ഡ് ഓൺ ദി ആവറേജ് നമ്പർ ഓഫ് ഇയേഴ്സ് എ പേഴ്സൺ ലിവ്. ഏകദേശം എത്ര കാലം ഒരു മനുഷ്യൻ ജീവിക്കും എന്നതിനെ കുറിച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇൻഡെക്സ് ആണ് ലൈഫ് എക്സ്പെക്റ്റൻസി ഇൻഡെക്സ്. ഓക്കെ, അപ്പം PQLI മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന 3 ഇൻഡെക്സ് ഏതാണ്? ബേസിക് ലിറ്ററസി, ഇൻഫൻറ്റ് മോർട്ടാലിറ്റി ആൻഡ് ലൈഫ് എക്സ്പെക്റ്റൻസി ഇൻഡെക്സ്. ഇനി നിർബന്ധമായിട്ടും പഠിക്കേണ്ട ഒന്നാണ് PQLI കണ്ടെത്താനുള്ള ഫോർമുല ഇക്വേഷൻ. PQLI is equal to LEI life expectancy index plus infant mortality index plus basic literacy index by 3. എന്താണ് PQLI കണ്ടെത്താനുള്ള ഇക്വേഷൻ? ലൈഫ് എക്സ്പെക്റ്റൻസി ഇൻഡെക്സ് പ്ലസ് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി ഇൻഡെക്സ് പ്ലസ് ബേസിക് ലിറ്ററസി ഇൻഡെക്സ് ഹോൾ ഡിവൈഡഡ് ബൈ 3 ചെയ്താൽ നമുക്ക് എന്ത് കണ്ടെത്താൻ പറ്റും? PQLI കണ്ടെത്താൻ പറ്റും. ഓക്കെ, അതുകൊണ്ടാണ് ഈ 3 ഇൻഡെക്സ് ഇല്ലാതെ നമുക്ക് PQLI കണ്ടെത്താൻ പറ്റില്ല. ഓക്കെ, ഇത് 3ൻ്റെയും കൂട്ടിയിട്ട് അതിനെ നമ്മൾ അതിൻ്റെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന തുകയാണ് PQLI. അതും പഠിച്ചു വെക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഫിസിക്കൽ ക്വാളിറ്റി ലൈഫ് ഇൻഡെക്സിന് പറ്റുന്ന പ്രധാന ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞാൻ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സിൽ നമുക്ക് പഠിക്കാനുള്ളത് അല്ലേ. അപ്പോൾ ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ് ഫൗണ്ട് ചെയ്ത വ്യക്തിയുടെ പേരെന്താണ്? ഇറ്റ് ഈസ് ഡേവിഡ് മോറിസ് ഡേവിഡ് അല്ലേ. ഡേവിഡ് മോറിസ് ഡേവിഡ് ആണ്. ഏത് ഇയറിലാണ്? 1979 അതുപോലെ ഇതിൻ്റെ മേജർ പ്രധാനപ്പെട്ട ഇൻഡെക്സസ് ഏതാണ്? PQLI കണ്ടെത്താൻ ആവശ്യമുള്ള പ്രധാനപ്പെട്ട 3 ഇൻഡെക്സസ് ആണ് LEI ലൈഫ് എക്സ്പെക്റ്റൻസി ഇൻഡെക്സ് ഉണ്ട്, ഇൻഫൻറ്റ് മോർട്ടാലിറ്റി ഇൻഡെക്സ് ഉണ്ട്, അതുപോലെ ബേസിക് ലിറ്ററസി ഇൻഡെക്സ് ഉണ്ട്. ഇത് കണ്ടെത്താനുള്ള ഇക്വേഷനും പഠിച്ചു വെക്കുക. LEI പ്ലസ് IMI പ്ലസ് BLI ബൈ 3 ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിനെക്കുറിച്ച് പഠിച്ചത്. അപ്പോൾ രണ്ടാമത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ ഇൻഡെക്സ്. ഞാൻ പറഞ്ഞു ഈ ക്ലാസ്സിൽ നമ്മൾ മേജർ അല്ലെങ്കിൽ മെയിൻലി 2 ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ 2 ഇൻഡെക്സുകളെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സും രണ്ടാമത്തേതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ ഇൻഡെക്സ്. ഇതിന് ഇത്ര തന്നെ ഇമ്പോർട്ടൻസ് നിങ്ങൾ എന്തിനും കൊടുക്കണം മക്കളെ, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിനും കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ 3 ഇൻഡെക്സുകളും വളരെ പ്രധാനപ്പെട്ടതാണ് ടോപ്പിക്കാണ് കേട്ടോ. ഒരിക്കലും വിട്ടുപോവാതെ തന്നെ പഠിക്കാൻ നോക്കാം. അപ്പോൾ എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ ഇൻഡെക്സ് നോക്കാം നമുക്ക്. Sustainable Development Goals that were adopted by the United Nations in 2015. The Sustainable Development Goal Index assesses the efforts taken by the countries to achieve the Sustainable Development Goals. അപ്പം ഈ Sustainable Development Goal Index അഡാപ്റ്റ് ചെയ്തത് ആരാണ്? UN ആണ്, യുണൈറ്റഡ് നേഷൻസ്. ഏത് വർഷമാണ് മക്കളെ കൊണ്ടുവന്നത്? 2015 അല്ലേ. മെയിൻലി സുസ്ഥിര വികസനത്തിൻ്റെ ഗോൾസ് എല്ലാം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഇൻഡെക്സ് കൊണ്ടുവന്നത്. അപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ഗോൾ ഇൻഡെക്സ് കൊണ്ടുവന്നത് ആരാണ്? UN ആണ്. ഏത് വർഷമാണ്?
2015 ആണ്. ഇനി the Sustainable Development Goal Index is a comprehensive development index. In India, the Sustainable Development Goal Index is prepared by the Niti Aayog in collaboration with UN to measure the development progress of states and union territories. അപ്പം മക്കളെ നോട്ട് ചെയ്ത് വെക്കുക. നമുക്കറിയാം വേൾഡിൽ ഇത് ആരാണ് കൊണ്ടുവന്നത്? 2015 UN ആണ്. അപ്പോൾ ഇങ്ങനെയും ചോദിക്കാം, ഇന്ത്യയിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ പ്രിപ്പയർ ചെയ്തത് ആരാന്ന് ചോദിച്ചാൽ മക്കളെ കണ്ണും പൂട്ടി പറഞ്ഞേക്കണം, നീതി ആയോഗ്. നീതി ആയോഗ് ആരുവത്ത് കൊളാബറേറ്റ് ചെയ്തു? യുണൈറ്റഡ് നേഷൻസുമായി കൊളാബറേറ്റ് ചെയ്തുകൊണ്ടാണ് എന്ത് ഇൻഡെക്സ് ഡെവലപ്പ് ചെയ്തത്? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ ഇൻഡെക്സ് ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, അപ്പം നീതി ആയോഗ് ഇൻ കൊളാബറേഷൻ വിത്ത് UN യുണൈറ്റഡ് നേഷൻസ് ആണ് നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ ഇൻഡെക്സ് ഇന്ത്യയിൽ പ്രിപ്പയർ ചെയ്തത്. ഓക്കെ, മറക്കരുതേ, അത് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ ഇന്ത്യ ഇൻഡെക്സ് റിലീസ്ഡ് ഇൻ 2018-17 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് അക്രോസ് എക്കണോമിക്, സോഷ്യൽ ആൻഡ് എൻവിറോൺമെന്റൽ സെക്ടേഴ്സ്. മെയിൻലി നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് പറഞ്ഞാൽ മൊത്തം 17 എണ്ണമുള്ളത്. എത്ര എണ്ണം ഉള്ളത്? 17. ടോട്ടൽ 17 ഗോൾസ് ആണുള്ളത്. ഈ 17 ഗോൾസിനെ നമ്മൾ മെയിൻലി മൂന്നാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എക്കണോമിക് ഗോൾസ് എന്നും സോഷ്യൽ ഗോൾസ് എന്നും എൻവിറോൺമെന്റൽ ഗോൾസ് എന്നും. ഏതൊക്കെയാ മക്കളെ? എക്കണോമിക് ഗോൾസ്, സോഷ്യൽ ഗോൾസ്, എൻവിറോൺമെന്റൽ ഗോൾസ്. ഇത് എല്ലാം മിക്സ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഓരോന്ന് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. എക്കണോമിക് എന്ന് പറഞ്ഞാൽ എന്താണ്? സാമ്പത്തികപരമായിട്ടുള്ള ഗോൾസ് അല്ലെ, സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഗോൾസ് ആണ് എക്കണോമിക് ഗോൾസിൽ വരുന്നത്. സോഷ്യൽ ഗോൾസ് എന്ന് പറഞ്ഞാൽ സമൂഹത്തിലുള്ള പല കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഗോൾസ് ആണ് സോഷ്യൽ ഗോൾസ്. എൻവിറോൺമെന്റ് എന്ന് പറഞ്ഞാൽ പാരിസ്ഥിതികമായിട്ട് ബന്ധപ്പെട്ട ഗോൾസ് ആണ് എൻവിറോൺമെന്റൽ ഗോൾസിൽ വരുന്നത്. ഒന്ന് നോക്കാം. മെയിൻലി നമ്മുടെ എക്കണോമിക് ഗോൾസിൽ വരുന്നത് മെയിൻലി 4 വരുന്നുണ്ട്. അഫോർഡബിൾ ആൻഡ് ക്ലീൻ എനർജി. ഫസ്റ്റ് വൺ ഏതാണ്? അഫോർഡബിൾ ആൻഡ് ക്ലീൻ എനർജി എക്കണോമിക് ഗോൾ ആണ്. ഡീസൻറ്റ് വർക്ക് ആൻഡ് എക്കണോമിക് ഗ്രോത്ത് അല്ലേ, ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ജോലിയും അതുപോലെ എക്കണോമിക് ഗ്രോത്ത്, സാമ്പത്തികപരമായിട്ടുള്ള വളർച്ചയും നമ്മളുടെ എക്കണോമിക് ഗ്രോത്ത് ഗോളിൽ പെടുന്നതാണ്. ഇൻഡസ്ട്രി, ഇന്നൊവേഷൻ, ഇൻഫ്രാസ്ട്രക്ചർ അല്ലേ, ഇൻഡസ്ട്രി നമ്മുടെ വ്യവസായങ്ങൾ, പുതിയ പുതിയ മാറ്റങ്ങൾ, അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ, നമ്മൾ നല്ല നല്ല ബിൽഡിങ്സ്, ഹോസ്പിറ്റൽസ്, റോഡ്സ്, ഇതൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ പെടുന്ന. അപ്പോൾ ഇതൊക്കെ എക്കണോമിക് ഗോൾസിൽ വരുന്ന കാര്യമാണ്. അതുപോലെ റെസ്പോൺസിബിൾ കൺസംഷൻ ആൻഡ് പ്രൊഡക്ഷൻ. അപ്പോൾ മെയിൻലി 4 അത് നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് എൻവിറോൺമെൻറ്റൽ ഗോളിലേക്ക് പോവാം. എൻവിറോൺമെൻറ്റൽ ഗോൾ എന്ന് പറഞ്ഞാൽ ബാക്കി 3 ഉണ്ട്. ക്ലൈമറ്റ് ആക്ഷന്, ലൈഫ് ബിലോ വാട്ടർ ലൈഫ് ആൻഡ് ലൈഫ് ഓൺ ലാൻഡ്. ഏതൊക്കെയാണ്? ക്ലൈമറ്റ് ആക്ഷൻ വരുന്നുണ്ട്, ലൈഫ് ബിലോ വാട്ടർ ലൈഫ് വരുന്നുണ്ട്, ലൈഫ് ഓൺ ലാൻഡ്. ഇതിൽ കുറേ എണ്ണം ഉണ്ട്, പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്നൊക്കെ അറിയാം. എന്നാലും ഇങ്ങനെ പോയിന്റ്സ് നോക്കിയിട്ട് വായിക്കുമ്പോൾ മനസ്സിലാവില്ലേ ഏതൊക്കെയാണ് എക്കണോമിക്കുമായി ബന്ധപ്പെട്ട ഗോള്, അല്ലെങ്കിൽ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഗോൾ എന്താണ്, സോഷ്യലിയുമായി ബന്ധപ്പെട്ട ഗോൾ എന്താണെന്ന് വായിക്കുമ്പോൾ മനസ്സിലാവും. അങ്ങനെ നോട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. ഇനി സോഷ്യൽ ഗോളിൽ വരുന്നതാണ് നോ പോവർട്ടി. നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളിലെ ആദ്യത്തെ ഗോളാണ്. സുസ്ഥിര വികസന ഗോൾസിൽ ഫസ്റ്റ് വരുന്നതാണ് നോ പോവർട്ടി. പിന്നെ സീറോ ഹങ്കർ, ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ്, ക്വാളിറ്റി എഡ്യൂക്കേഷൻ, ജെൻഡർ ഈക്വാലിറ്റി, ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ, റെഡ്യൂസ്ഡ് ഇൻഇക്വാലിറ്റീസ്, സസ്റ്റൈനബിൾ സിറ്റീസ് ആൻഡ് കമ്മ്യൂണിറ്റീസ്, പീസ്, ജസ്റ്റിസ്, സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പാർട്ട്ണർഷിപ്പ് ഫോർ ദി ഗോൾസ്. ഓക്കെ, അപ്പോൾ ഇത്രത്തോളം ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്തു നിന്ന് വരും എന്നുള്ളതൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പോലും നമുക്കിത് എന്താക്കാൻ പറ്റില്ല, വിടാൻ പറ്റില്ല അല്ലേ. അപ്പം നിങ്ങൾ എന്താക്കുക, ഇങ്ങനെ മനസ്സിലിരുത്തി കുറച്ച് നേരം, ഒരു 5 മിനിറ്റ് മതിയാവും, ഒന്ന് ഇരുന്ന് അത് നല്ല രീതിയിൽ വായിച്ചിട്ട് പഠിക്കാൻ നോക്കുക. നമുക്ക് അർത്ഥം വെച്ച് പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി അത് കിട്ടും. അപ്പം നോട്ട് ചെയ്ത് വെക്കുക. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ ഇൻഡെക്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഇത് ഡെവലപ്പ് ചെയ്തത് ആരാണ്? യുണൈറ്റഡ് നേഷൻസ് ആണ്. ആരാണ് മക്കളെ? യുണൈറ്റഡ് നേഷൻസ് ആണ്. യുണൈറ്റഡ് നേഷൻസ് ഇത് എപ്പോഴാണ് ഡെവലപ്പ് ചെയ്തത്? 2015-ലാണ്. 2015-ലാണ് ഇങ്ങനെ ഒരു ഗോള് നമ്മുടെ UN ഡെവലപ്പ് ചെയ്തത്. എന്തിനു വേണ്ടിയിട്ടാണ്? മെയിൻലി എല്ലാ രാജ്യങ്ങളും സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഇൻഡെക്സ് ഡെവലപ്പ് ചെയ്തത്. മെയിൻലി ഇന്ത്യയിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ ഇൻഡെക്സ് പ്രിപ്പയർ ചെയ്തത് ആരൊക്കെയാണ്? നീതി ആയോഗ് യുണൈറ്റഡ് നേഷൻസുമായി കൊളാബറേറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഡെവലപ്പ് ചെയ്തത്. ഇതിൽ മൊത്തം എന്തുണ്ട്? നമ്മളെ സ്റ്റേറ്റ്സിൻ്റെയും യൂണിയൻ ടെറിട്ടറീസിൻ്റെയും ഡെവലപ്മെൻ്റ് ഒക്കെ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, പിന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് പറഞ്ഞാൽ മൊത്തം 17 ഗോൾസ് ഉണ്ട്. അതിൽ നമ്മൾ ഈ 17 എണ്ണത്തിനെയും 3 ആക്കി ഡിവൈഡ് ചെയ്യാണ്. എക്കണോമിക് ഗോൾസ്, സോഷ്യൽ ഗോൾസ്, എൻവിറോൺമെൻറ്റൽ ഗോൾസ്.
ഓക്കെ. ഇനി സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിന് ഓരോന്നും നമ്മൾ ഇങ്ങനെ പറയുകയാണ്. നമ്മളിപ്പം വായിച്ചത് തന്നെ ഇതിലൊന്നും കൂടി പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ സ്കോർ നോക്കുന്ന സമയത്ത് അതിൻ്റെ വാല്യൂ ഉണ്ടാവുക എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 0-ൻ്റെയും 100-ൻ്റെയും ഇടയിലായിരിക്കും. എത്രയുടെ ഇടയിലാണ്? ബിറ്റ്വീൻ 0 and 100. The Sustainable Development Goal Index score is calculated by averaging the values of each of Sustainable Development Goal which are calculated between 0 and 100. 0-ൻ്റെയും 100-ൻ്റെയും ഇടയിലാണ്. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് മക്കൾ പറഞ്ഞേ, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൻ്റെ വാല്യൂ ഏതിൻ്റെ ഇടയിലാണ്? ക്ലാസ് കണ്ടവർക്കാണെങ്കിലും അല്ലെങ്കിൽ പഠിച്ചവരാണെങ്കിലും പറയും, കമൻറ്റിൽ പറഞ്ഞ് ഏതാണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ഏതിൻ്റെ ഇടയിലാണ് വരുന്നത്? എത്രയാണ് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ, അടുത്ത ക്ലാസ്സിൽ അല്ലെങ്കിൽ കമൻസിലായിട്ട് അറിയിക്കണം. ദി SDG score is calculated by averaging the values of each of the sustainable development goals which are calculated between 0 and 100. അപ്പോൾ ഇതിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 0-ൻ്റെയും 100-ൻ്റെയും ഇടയിലാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ വേൾഡിലുള്ള രാജ്യങ്ങളെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ 0 to 49 വരെ സ്കോർ വരുന്നവരെ ആസ്പിറൻ്റ് എന്നാണ് വിളിക്കുന്നത്. എന്താണ്? 0 to 49 വരുന്നവരെ ആസ്പിറൻ്റ് എന്നും 50 to 64 ഉള്ള സ്കോർ ഉള്ളവരെ പെർഫോമർ എന്നും 65 to 99 ഉള്ളവരെ ഫ്രണ്ട് റണ്ണർ എന്നും 100 അച്ചീവ് ചെയ്തവരെ അച്ചീവർ എന്നുമാണ് വിളിക്കുന്നത്. അപ്പോൾ മെയിൻലി 4 കാറ്റഗറീസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. 0 to 49 ആസ്പിറൻ്റ്, 50 to 64 പെർഫോമർ, 65 to 99 ഫ്രണ്ട് റണ്ണർ and 100 it is achiever. ഓക്കെ, ഇതും ഇതിൽ നോട്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ. അപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ ഇൻഡെക്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഡെവലപ്പ് ചെയ്തത് യുണൈറ്റഡ് നേഷൻസ് ആണ്. ഇന്ത്യയിലാണെങ്കിൽ ഇത് ഡെവലപ്പ് ചെയ്തത് യുണൈറ്റഡ് നേഷൻസ് ആരുമായി കൊളാബറേറ്റ് ചെയ്തു? നീതി ആയോഗ് UN-മായി കൊളാബറേറ്റ് ചെയ്തിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ നമ്മൾ പഠിച്ച കാര്യം എന്താണ്? സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ ഇൻഡെക്സ് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഇൻഡെക്സ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ എല്ലാ രാജ്യങ്ങളും അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഇൻഡെക്സ് കണ്ടെത്തിയത്. ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0-ൻ്റെയും 100-ൻ്റെയും ഇടയിലാണ്. ഈ SDG സ്കോറിൽ നിന്നിട്ട് നമ്മൾ മെയിൻലി എങ്ങനെ 4 കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 0 to 49 വരുന്നവരെ ആസ്പിറൻ്റ് എന്നും 50 to 64 വരുന്നവരെ പെർഫോമർ എന്നും 65 to 99 ഉള്ളവരെ ഫ്രണ്ട് റണ്ണർ എന്നും 100 അച്ചീവ് ചെയ്തവരെ അച്ചീവർ എന്നുമാണ് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മക്കൾ പറഞ്ഞേ, നമ്മുടെ കേരള ഏറ്റവും ടോപ്പിൽ, സ്റ്റേറ്റ്സിലെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് കേരളമാണ്. നമ്മൾ PQLI നോക്കുന്ന സമയത്ത് 2013 അല്ലേ, 2023-24 റിപ്പോർട്ടും 2018-19 റിപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2023-24 നമ്മുടെ സ്കോർ വരുന്നത് 79 മക്കളെ. 79 എന്നാണെങ്കിൽ നമ്മൾ ഇതിലേതിൽ പെടും? ഈ 4 കാറ്റഗറിയിൽ നമ്മൾ കേരള ഏതിലാണ് പെടുന്നത്? നമ്മുടെ കേരള പെടുന്നത് നിങ്ങൾ പറഞ്ഞേ. 79 ആണെങ്കിൽ നമ്മുടെ കേരള പെടുന്നത് ഏതിലാണ്? ഫ്രണ്ട് റണ്ണറിലാണ്. ഏതിലാണ്? ഫ്രണ്ട് റണ്ണറിലാണ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ 69 ഉണ്ടായിരുന്നു അല്ലേ? നമ്മൾ 2018-19 69-ലാണ് ഉണ്ടായിരുന്നത്. 69 എന്ന് പറയുന്നതും ഫ്രണ്ട് റണ്ണറിലാണ്. ഓക്കെ. നമ്മൾ ആ താഴെ നോക്കി ഏറ്റവും ലോ ഉള്ളത് ഏത് ഗ്രൂപ്പിനാണെന്ന് നോട്ട് ചെയ്തേ. ഇത് മെയിൻലി 2018-19 നോക്കുകയാണെങ്കിൽ ഉത്തർപ്രദേശ് ആണ്. 42 വരുന്നുണ്ട്. ഏറ്റവും ലോ സ്കോർ ആയിട്ട് എനിക്ക് തോന്നുന്നത് 42 ആണ്. അപ്പോൾ 42 എന്ന് പറയുന്നത് ഏതിൽ പെടുന്നതാണ്? ആസ്പിറൻ്റിൽ പെടുന്നതാണ്. ഓക്കെ. ഇങ്ങനെയുള്ള മാപ്പ് തന്നിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. പല രീതിയിൽ നമുക്ക് ഹ്യൂമൻ ഡെവലപ്മെൻറ്റിൽ നിന്നായിക്കോട്ടെ അല്ലെങ്കിൽ ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് നിന്നായിക്കോട്ടെ പല രീതിയിൽ നമുക്ക് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതേ രീതിയിലൊന്ന് വളരെ എളുപ്പത്തിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അല്ലേ, നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കി മാപ്പ് നോക്കിയിട്ട് എങ്ങനെ ഉത്തരം കണ്ടെത്താമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമ്മൾക്ക് എന്താക്കാൻ പറ്റും? ഇന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പം വെറുതെ എന്താക്കരുത്, ചെറിയ മൈന്യൂട്ട് മിസ്റ്റേക്കുകളൊക്കെ വരുത്തി ഇതിൻ്റെ മാർക്ക് പോക്കാതെ നോക്കുക. ഓക്കെ. അപ്പോൾ ഇതിലൊരു ചോദ്യം വരുന്നുണ്ട്. ലിസ്റ്റ് ദ 5 ടോപ്പ് സ്റ്റേറ്റ്സ് ആൻഡ് 5 അറ്റ് ദ ബോട്ടം ഇൻ ദ SDGI റാങ്കിങ്സ് ഫോർ 2023-24. 5 ടോപ്പായിട്ട് വരുന്നത് ആരൊക്കെയാണ്? 2023-24 കേരള വരുന്നുണ്ട്, ഉത്തരാഖണ്ഡ് വരുന്നുണ്ട്, ഗോവ, ഹിമാചൽ പ്രദേശ്, പഞ്ചാബാണ്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറവ് വരുന്നത് ഏതാ? 2023 റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കുറവ് വരുന്നത് ബീഹാർ ഉണ്ട്, ജാർഖണ്ഡ് ഉണ്ട്, നാഗാലാൻഡ് ഉണ്ട്, ആസാം ഉണ്ട് അല്ലേ? അപ്പം ഇങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം.
ഇങ്ങനെ രീതിയിലാണ് ചോദ്യങ്ങൾ വരിക. ഓക്കെ, which state is the top of ranking in 2018-19? നമുക്കറിയാം കേരള ആണ്. which other states are the top of the ranking in 2023-24? കേരള അല്ലേ? ഇതൊക്കെ ഇങ്ങനെ നോട്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പോൾ അതിന് ഉത്തരങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. നമ്മളിപ്പോൾ പറഞ്ഞ ഉത്തരങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ നോട്ട്സിനെ തയ്യാറാക്കി പഠിക്കാൻ നോക്കുക കേട്ടോ. ഒരു ചോദ്യം വരുന്നുണ്ട്, ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ഔട്ട് ദ റീസൺസ് വൈ കേരള ഈസ് റാങ്ക്ഡ് ഹൈ ഓൺ ദ SDG ഇന്ത്യ ഇൻഡെക്സ് ആസ് കമ്പയർഡ് ടു അതർ സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ. നമ്മൾ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ കേരള ഏറ്റവും SDG ഇൻഡെക്സിൽ ഏറ്റവും ടോപ്പിൽ വരാൻ കാരണം, അല്ലെങ്കിൽ ഫസ്റ്റ് റാങ്ക് കേരളത്തിന് ലഭിക്കാൻ കാരണം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അതിന് റീസൺസ് നമുക്ക് പറയാം. നമ്മുടെ കേരള എന്ന് പറയുന്നത് നല്ല രീതിയിൽ എഡ്യൂക്കേഷൻ ഉണ്ട്. നമുക്കറിയാം ഹംഗറി അത്രയും അതിദരിദ്രരല്ലാത്ത ഏറ്റവും 100% ദരിദ്രരില്ലാത്ത സംസ്ഥാനമായിട്ട് നമ്മളെ കേരളം പ്രഖ്യാപിച്ചു അല്ലേ. അപ്പോൾ കൺസിസ്റ്റൻ്റ്ലി സ്ട്രോങ് സ്കോർസ് അക്രോസ് സോഷ്യൽ SDGs. നമുക്ക് എപ്പോഴും SDG ഇൻഡെക്സ് നോക്കുന്ന സമയത്ത് ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ഹങ്കർ, ഇത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇത് മൂന്നും കേരളത്തിലില്ല. എന്തൊക്കെയാണ്? ഹെൽത്ത്, എഡ്യൂക്കേഷൻ, നോ ഹങ്കർ. ഇതിൽ എല്ലാം അത്യാവശ്യം ടോപ്പിലാണ് അല്ലേ. ഇല്ല എന്നല്ല, ഹെൽത്ത് നോക്കുകയാണെങ്കിൽ ഹെൽത്തിന് അത്യാവശ്യം നല്ല രീതിയിൽ ഹോസ്പിറ്റൽസ് ആയിട്ടും മാൽന്യൂട്രീഷൻ ഒക്കെ ആയിട്ടും നമ്മൾ ഗവൺമെൻറ്റ്സ് നൽകുന്നുണ്ട്. എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസ് നൽകുന്നുണ്ട്. നല്ല സ്കൂളുകൾ, കോളേജസ് അല്ലേ. നമ്മുടെ അംഗനവാടികൾ തൊട്ടിട്ട് നല്ല രീതിയിലുള്ള കോളേജസ് വരെ കേരളത്തിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നോ ഹങ്കർ, ഒരാൾ പോലും പട്ടിണി കിടക്കരുത് എന്ന രീതിയിലുള്ള പല കാര്യങ്ങളും കേരളത്തിലുണ്ട്. അത്തരം പോവർട്ടി ഉള്ള ജനങ്ങൾ നമ്മുടെ കേരളത്തിൽ കാണാൻ പറ്റില്ല അല്ലേ. എക്സലന്റ് എഡ്യൂക്കേഷൻ ഔട്ട്കംസ് ആണ്. അതുപോലെ സ്ട്രോങ് പബ്ലിക് ഹെൽത്ത് പെർഫോമൻസ്, അതുപോലെ ഡീസെൻട്രലൈസ്ഡ് ഗവേണൻസ് ആൻഡ് ആക്റ്റീവ് ലോക്കൽ ബോഡീസ്, ഗുഡ് ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ആക്സസ് ടു സർവീസ്. നല്ല രീതിയിൽ വാട്ടർ, സാനിറ്റേഷൻ, ഇലക്ട്രിഫിക്കേഷൻ, വെള്ളവും അതുപോലെ നല്ല ശൗചാലയങ്ങൾ, നല്ല ബാത്റൂംസ്, ഇലക്ട്രിസിറ്റി, ഇതൊക്കെ അത്യാവശ്യമാണ്. ഇതൊക്കെ ഉണ്ടെങ്കിലാണ് നമ്മൾ ഏറ്റവും ടോപ്പിലെത്തുക. ഇതൊക്കെ ഏറ്റവും മറ്റ് സംസ്ഥാനങ്ങളെ കമ്പയർ ചെയ്യുന്ന സമയത്ത് കേരള ഇതിലൊക്കെ മുൻപന്തിയിലാണ്. അതുകൊണ്ടാണ് കേരള became the number 1 state in SDG India Index. ഓക്കെ, ഇനി കേരളത്തിന് ഒരു മോഡൽ ഓഫ് ഡെവലപ്മെന്റ് ഉണ്ട്, കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് എന്നറിയപ്പെടുന്നത്. എന്താണ് കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ? കേരള ഹാസ് മെയ്ഡ് ഗ്രേറ്റ് സ്ട്രൈഡ്സ് ഇൻ ദ ഏരിയാസ് ഓഫ് എഡ്യൂക്കേഷൻ, ഹെൽത്ത് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്. കേരളം ഈ 3 കാര്യങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ആളുകളാണ് അല്ലേ. എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, ഹെൽത്ത് ആയിക്കോട്ടെ, സോഷ്യൽ ജസ്റ്റിസ്. നല്ല വിദ്യാഭ്യാസം, നല്ല രീതിയിലുള്ള ഹെൽത്ത്, അതുപോലെ നല്ല രീതിയിൽ നീതി, ഇത് 3ഉം കേരളത്തിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഹൈ ലിറ്ററസി റേറ്റ് ആണ്, 100% ലിറ്ററേറ്റ് ആയിട്ടുള്ള സംസ്ഥാനമാണ്. ലോ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്, മരണനിരക്ക് അല്ലേ. ഇൻഫൻറ്റ് 1000 കുട്ടികൾ ജനിക്കുന്ന സമയത്ത് അതിൽ നമ്മുടെ 1 വയസ്സിന് താഴെയുള്ള കുട്ടികൾ മരിക്കുന്നതിന്, അതാണ് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി, അതും വളരെ കുറവാണ്. ലൈഫ് എക്സ്പെക്റ്റൻസി അത്യാവശ്യം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് ആണ്. നമ്മൾ ഈ കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ മാത്രം കാണുന്നതല്ല, ഇന്ത്യയിൽ മാത്രം നോക്കി കാണുന്നതല്ല, വേൾഡിലെ മിക്ക രാജ്യങ്ങളും നോട്ട് ചെയ്ത് പറയുന്ന ഒരു സംഭവമാണ് കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് അല്ലേ. അപ്പം ഇതൊക്കെ നോട്ട് ചെയ്യുക. അപ്പം കേരളത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന പ്രത്യേകതകളാണ്. കേരള വാസ് ഏബിൾ ടു അച്ചീവ് ദിസ് ഫീറ്റ് ത്രൂ ലാൻഡ് റിഫോംസ്. ഇതൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റിയത് ലാൻഡ് റിഫോംസിലൂടെയാണ് ഒരു കാരണം. കേരളത്തിൽ എല്ലാവർക്കും എന്താണ് അല്ലേ, പല ഭൂമി വ്യവസ്ഥകളിൽ വന്നതിൽ നിന്ന്. അതുപോലെ യൂണിവേഴ്സൽ പബ്ലിക് ഹെൽത്ത്, നല്ല രീതിയിൽ മെഡിക്കൽ കോളേജസ്, അതുപോലെ ചെറിയ ഹെൽത്ത് സെൻറ്റേഴ്സ്, മാൽന്യൂട്രീഷൻ പ്രോഗ്രാംസ് ഒക്കെ ഗവൺമെൻറ് നൽകുന്നുണ്ട്. എഡ്യൂക്കേഷൻ സിസ്റ്റം നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്. ഫ്രീ ആയിട്ടല്ലേ, ചെറിയ കുട്ടികൾ മുതൽ കോളേജസ് വരെയുള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല മാർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ. പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, എന്താണ് മക്കളെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ? റേഷൻ കടകൾ, സപ്ലൈകോ ഒക്കെയാണ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, PDS. അപ്പോൾ ചെറിയ ഒരു വരുമാനം കുറഞ്ഞ ആളുകൾക്ക് അല്ലേ, നമ്മുടെ റേഷൻ കാർഡുകൾ കൊടുക്കുന്നുണ്ട് പ്രത്യേക കളേഴ്സിലായിട്ട്. അപ്പോൾ ഏറ്റവും വരുമാനം കുറഞ്ഞവർക്ക് 1 പൈസയും കൊടുക്കാതെയും അതിന് മുകളിലുള്ളവർക്ക് ചെറിയ രീതിയിലുള്ള പൈസയിലൊക്കെ നമുക്ക് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഫുഡ് ഐറ്റംസ് കൊടുക്കുന്നുണ്ട്. സോഷ്യൽ സെക്യൂരിറ്റി സ്കീമുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പബ്ലിക് പാർട്ടിസിപ്പേഷൻ, ഇതൊക്കെയാണ് കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റിന് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇതും ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത്. മക്കളെ ഉറപ്പാണ് ഈ വീഡിയോ കണ്ട് നിങ്ങൾ ഈ പാർട്ടിൽ
ഇത്രയും ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ ഉറപ്പാണ് നിങ്ങൾക്ക് 5 അല്ലെങ്കിൽ 5-ൽ കൂടുതലോ മാർക്ക് ഉറപ്പായിട്ടും സ്കോർ ചെയ്യാൻ പറ്റും. അത്രയും ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത്. പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ പറയാം. ഓക്കെ, സോ താങ്ക് യു ഫ്രം എക്സലൻറ്റ് യൂട്യൂബ് ചാനൽ.